അപ്പോൾ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എൻ്റെ ഷോപ്പിൽ തന്നെയാണ്. ഞാൻ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം. DTP സെൻ്ററാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ ഞാൻ മൂന്നാർ കാന്തല്ലൂരിലേക്കൊരു യാത്ര ചെയ്യേണ്ടായി. അപ്പോൾ ഒരു വർഷം മുമ്പായതുകൊണ്ട് നമുക്ക് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ ടൂറ് പോകുമ്പോൾ ചെയ്യുന്ന ഫോട്ടോസാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിൽ എനിക്ക് ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ചിന്നാറ് വെച്ചിട്ട് സൈക്കിൾ പഞ്ചറായതും അങ്ങനെ ഒക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ആക്കിയാലോ എന്ന് ആലോചിക്കണം. അപ്പോൾ എത്രത്തോളം നന്നാവും അറിയില്ല. എന്തായാലും വീഡിയോ കാണണം, കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് എഡിറ്റ് നോക്കാം. ഇൻട്രോ ഇടണല്ലേ? ഇൻട്രോ ഇടണോ? ഇൻട്രോ ഇട്ടുള്ള കളിയിലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞ് അപ്ലോഡിങ് ഏകദേശം ആയി. ഓക്കെ, ഡൺ, അപ്ലോഡാണ്. അപ്പോൾ വീഡിയോ കണ്ടുനോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സെപ്റ്റംബർ മാസത്തിൽ കൂട്ടുകാരനോടൊരു വെറും വാക്കിൻ്റെ പുറത്ത് നമുക്ക് നാളെ മൂന്നാറിൽ പോയാലോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ, അതായത് കാറിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ബൈക്കിലാണെങ്കിൽ പോലും ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടാവും. പക്ഷേ ഇത് സൈക്കിളിലാണ്, അതും നാളെ. കൂട്ടുകാരൻ ഷെമിയും പല വീഡിയോയിലും, നമ്മളെ പഴയ വീഡിയോയിലും ഷെമിയുമുണ്ട്. ഷെമിയുടെ ഉത്തരം പോകാം എന്നാണ്. അതായത് നമുക്ക് തയ്യാറെടുപ്പിന് ഇനി ഏകദേശം 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെന്തായാലും യാത്ര ഉറപ്പിച്ച് ആവശ്യമായ സാധനങ്ങൾ പെട്ടെന്ന് കളക്ട് ചെയ്യുക എന്നതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും, അതിലുള്ളത് ഒരു ORS ലാനി മുതൽ മൂവ്, അതുപോലെ ഉള്ള പഞ്ചർ ഒട്ടിക്കാൻ ഉള്ള സ്റ്റിക്കർ, അതുപോലെ പഞ്ചർ ഒട്ടിക്കുന്ന ഗ്ലൂ, പിന്നെ ഒരു എക്സ്ട്രാ ട്യൂബ്, അതുപോലെ ഒരു ഹാൻഡ് പമ്പ്, അങ്ങനെ 3-4 ലൈറ്റുകളും ചാർജറുകളും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് മണ്ണാർക്കാട് പെഡലേഴ്സിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സാധാരണ റൈഡേഴ്സ് എടുക്കുന്ന ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയായി ഞങ്ങൾ രാത്രി തന്നെ പാക്ക് ചെയ്തു. ബാക്ക് പാക്കിൻ്റെ കാര്യത്തിൽ വളരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ബാഗൊന്നും നമ്മൾ തോളത്ത് ഒരു ബാഗ് വെച്ച് പോകാൻ സൈക്കിളിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു കവർ മാത്രമായിരുന്നു. ഈ കവറിൽ ഇതെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി 10 മണിക്ക് ഉറങ്ങിയത്. രാവിലെ 3:30 മണിക്ക് നാട്ടിൽ നിന്നും യാത്ര തിരിക്കാം എന്ന പ്ലാനിൽ അധികമൊന്നും ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. ഒരു 2-3 മണിക്കൂർ മാത്രം ഉറങ്ങി രാവിലെ 3:30 മണിക്ക് എൻ്റെ നാടായ കാരാകുർശിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞതും ഈ ഫോട്ടോയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. തയ്യാറെടുപ്പിൻ്റെ കുറവുകൾ അപ്പം തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നെ മൂന്നാറിലേക്കുള്ള യാത്ര എങ്ങനെ കാന്തല്ലൂരിലേക്കായി എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോൾ ജസ്റ്റ് ഫോൺ നോക്കിയപ്പോഴാണ് കൂട്ടുകാരുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഞങ്ങളുടെ യാത്രയെക്കുറിച്ചാണ്, വാട്സാപ്പ് സ്റ്റാറ്റസ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉത്തേജനത്തിൽ പിന്നെ പൊള്ളാച്ചി എത്തിയതൊന്നും അറിഞ്ഞതേയില്ല. ഇപ്പോൾ എൻ്റെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആ ഒരു പ്രസന്നതയും ആ ഊർജ്ജസ്വലതയും നമുക്ക് കാണാൻ കഴിയും.
തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയും സംസ്കാരങ്ങളെല്ലാം ആസ്വദിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് കാറ്റാടിപ്പാടം എത്തിയത്. കാറ്റാടിപ്പാടം നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെയല്ല, നമ്മൾ വളരെ അടുത്ത് പോയി നിന്ന് വേണ്ടോളം ആസ്വദിച്ച് നീങ്ങുന്ന ഇടയിലാണ് ചെറിയൊരു തട്ടുകട കണ്ടത്. ഒരു ഫാമിലി നടത്തുന്ന തട്ടുകടയാണ്. ആ തട്ടുകടയിൽ നിന്ന് തൈര് റൈസ്, ലെമൺ റൈസും തൈര് റൈസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. കാരണം ആ വിശപ്പിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും വളരെ ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു ലെമൺ റൈസിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ അസാധ്യമാണ്. അതായത് അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു ആ ഒരു ലെമൺ റൈസിനുണ്ടായിരുന്നത്. വഴിയോരങ്ങളിൽ നിന്ന് മേടിച്ച മുസമ്പിയും പപ്പായയും ഇന്ധനമാക്കി നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന കാറ്റിനെയും, കൊടും ചൂടായിരുന്നു കേട്ടോ, അത്രയും കൊടും ചൂടിനെയും അതിജീവിച്ച് അണ്ണാമലൈ ടൈഗർ റിസർവിലെത്തി. കാറിൽ മാത്രം ഇതുവഴി പോയ ഞങ്ങൾ സൈക്കിളിൽ ഇവിടെ എത്തിയപ്പോഴുള്ള ഒരു അനുഭൂതി അത് ഭയങ്കരം തന്നെയായിരുന്നു. ആ ഒരു അനുഭൂതിയോടെ നേരെ ചിന്നാർ എന്ന കൊടുങ്കാട്ടിലേക്ക്. സമയം അപ്പോഴേക്കും ഏകദേശം 3 മണി ആയി കാണും. ചിന്നാറിലെത്തിയപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പോകുന്നത് അപകടമാണ്, അതായത് കടുവയുണ്ട്, കാട്ടുപോത്ത്, ആന, അങ്ങനെ എല്ലാ മൃഗങ്ങളും ചിന്നാറിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൈക്കിളിൽ പോകാതിരുന്നത് നല്ലതെന്നൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയണ്ടായി. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്, മൂന്നാറിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധിച്ച് പോകണം എന്നൊരു ഉപദേശം തരികയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ചിന്നാറിലേക്ക് പ്രവേശിക്കണം. ചിന്നാറിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, മുഖം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ക്ഷീണിക്കാനുണ്ടായ കാരണം റൈഡ് തന്നെയാണ്. ഇത്രയും ദൂരം ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ ഇല്ലാതെ കേട്ടോ. നമ്മളെപ്പോഴും സൈക്കിളിലൊക്കെ യാത്ര പോകുകയാണെങ്കിൽ 10 ദിവസം മുമ്പ് തന്നെ ഒന്ന് മാനസികമായി ശാരീരികമായി തയ്യാറെടുക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ റൂം എടുത്ത് രാവിലെ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ഒരു ടൗൺ ആണെങ്കിൽ ടൗൺ അല്ലെങ്കിൽ ഗ്രാമമാണെങ്കിൽ ഗ്രാമമൊക്കെ ആസ്വദിച്ച് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയായിരുന്നു ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതം അത് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് മൂന്നാറെത്തണം, അവിടെ താമസിക്കണം, തിരിച്ച് ഇങ്ങോട്ട് വരണം. നേരെ തിങ്കളാഴ്ച ജോലി കൂട്ടുകാരന് കയറേണ്ടതുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഷോപ്പും ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുകാരൻ്റെ മുഖം ക്ഷീണിച്ചത് എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരൻ നോക്കുന്നത് അവിടെ ഒരു മെയിൽക്കുറ്റിയിലേക്കാണ്. ആ മെയിൽക്കുറ്റി ഞാൻ കാണിച്ചു തരാം. അതായത് മൂന്നാറിലേക്കുള്ള ദൂരമാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും സമയം ഏകദേശം 5 മണി 6 മണിയൊക്കെ ആയി കാണും. ആ ടൈമിലാണ് നമ്മൾ ചിന്നാർ എന്ന് പറയുന്ന ആ ഒരു കൊടുങ്കാറ്റിൽ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, വീഡിയോ തന്നെ നോക്കാം. തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ സൈക്കിളിൻ്റെ ടയർ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി പകർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയത്. സൈക്കിൾ പഞ്ചറാവുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് ഇതുപോലുള്ള ചിന്നാർ പോലുള്ള കൊടുങ്കാട്ടിലായിപ്പോയി എന്നുള്ളതാണ്. വലിയ മൃഗങ്ങളോ വന്യമൃഗങ്ങൾ വന്നാൽ ഓടിക്കയറാനുള്ള മരം ആദ്യമേ നോക്കി വെച്ചുകൊണ്ട് പഞ്ചറൊട്ടിക്കാൻ തുടങ്ങി. തുടർന്ന് പഞ്ചറൊട്ടിക്കൽ കഴിഞ്ഞ് വശ്യമനോഹരമായ പ്രകൃതി ആസ്വദിച്ച് കാട്ടുപോത്തുകളെയും മാനുകളെയൊക്കെ കണ്ട് നീങ്ങുമ്പോൾ അതുവഴി വന്ന ഒരു ഐസുകാരൻ ഞങ്ങളോട് ചോദിച്ചു, തമ്പി അവിടെ ആന ഇറുക്ക എന്ന് തമിഴിൽ അയാൾ ചോദിക്കേണ്ടായി. അതായത് ആന ഇറുക്ക്, അതായത് 200-300 മീറ്റർ അപ്പുറത്ത് ആന ഉണ്ട് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എന്നിരുന്നാലും പുള്ളിയിൽ നിന്ന് 4 ഐസൊക്കെ മേടിച്ച് 2 പേര് കഴിച്ച്, അപ്പോൾ എതിരെ വന്ന ഒരു ടിപ്പറുകാരൻ വണ്ടി നിർത്തിയിട്ട് ഒരു 200 മീറ്റർ മാത്രം അപ്പുറത്ത് ആന ഉണ്ട്, നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് തരാമെന്നൊക്കെ ഡ്രൈവർ പറയണ്ടായി. പക്ഷേ ഞങ്ങളത് സ്നേഹപൂർവ്വം നിരസിച്ചു. കാരണം നമ്മൾ ഈ റൈഡിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന ബോധ്യത്തിൽ, കാരണം പല സൈക്കിൾ റൈഡർമാരും വാഹനങ്ങളിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് വളരെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വായിച്ചാണ്. ഞങ്ങളെന്തായാലും അതിന് മുതിർന്നില്ല. ഞങ്ങൾ നേരെ മുമ്പോട്ട് തന്നെ പോയി. ഏകദേശം ഈ പറഞ്ഞ 200-250 മീറ്റർ ആയപ്പോഴേക്കും റോഡിൽ നിന്നും ഒരു 150 മീറ്റർ അകലെ ആന നിൽക്കുന്നുണ്ടായിരുന്നു. ആന ചെറുതായിട്ടൊന്ന് ചിഹ്നം വിളിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് പകച്ചെങ്കിലും വളരെ സ്പീഡിൽ
ചവിട്ടി ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒന്ന് സൈഡാക്കി നിർത്തി. ചിരിക്കുകയാണോ കരയാണോ എന്ന് വേണ്ടത് എന്ന് അറിയാത്ത വിധത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് ഒരു 10 മിനിറ്റോളം അവിടെ നിന്ന് ശേഷം വീണ്ടും യാത്ര തുടർന്ന്. അങ്ങനെ സൈക്കിൾ ചവിട്ടി നീങ്ങി മറയൂർ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴത്തേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സൈക്കിൾ ഒന്ന് ചവിട്ടി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സൈക്കിൾ ചവിട്ടാനൊക്കെ കൊടുത്തു. അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു. ഇത്രയും ദൂരം ഒരു ദിവസം കൊണ്ട് ചവിട്ടി വന്നതല്ലേ, എന്നിരുന്നാലും സൈക്കിൾ ചവിട്ടാൻ അടിപൊളിയായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കും സന്തോഷമായി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ എന്ന സ്വപ്നം അവിടെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം സമയം ഏകദേശം 6:45 അപ്പോൾ ഞങ്ങൾക്ക് ഉചിതമായി തോന്നിയത് ഏറ്റവും അടുത്തുള്ള ഹോം സ്റ്റേയിൽ റൂം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2 സൈക്കിളും കൂട്ടിക്കെട്ടി ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിൽ തന്നെ റൂം എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി അടുത്തുള്ള ഹോട്ടലിൽ പോയി നല്ലൊരു ബിരിയാണിയും കഴിച്ച് നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. റൂമിൽ വെച്ച് ഞങ്ങൾ മൂന്നാർ യാത്ര ക്യാൻസൽ ചെയ്തു. കാരണം രാവിലെ മൂന്നാർ പോയി നാട്ടിൽ തിരിച്ചെത്തി തിങ്കളാഴ്ച രാവിലെ ജോലിയിൽ കയറാൻ പറ്റില്ല എന്നതിനാൽ ഞങ്ങൾ അവിടുന്ന് നേരെ കാന്തല്ലൂരിലേക്കാക്കി യാത്ര. രാവിലെ എണീച്ച് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് പോയപ്പോൾ കണ്ട ചേച്ചിയോട് കാന്തല്ലൂരിലേക്ക് എങ്ങനെ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്ന്, അതാണ് കാന്തല്ലൂർ എന്ന് ആ ചേച്ചി പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ 20 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് കാന്തല്ലൂർ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. സൈക്കിളിൽ പോകുക എന്ന് പറയുന്നത് 20 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം ചവിട്ടി അവിടെ എത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ തന്നെ ആ ചേച്ചി പറയണ്ടായി, ഒരു ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്, 700 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കാന്തല്ലൂർ മുഴുവൻ ചുറ്റിക്കറക്കി തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു. പക്ഷേ അതും നമ്മളുടെ യാത്രയോട് അല്ലെങ്കിൽ സൈക്കിൾ റൈഡിനോട് ചെയ്യുന്ന ഒരു തെറ്റ് എന്നതിനാൽ ഞങ്ങൾ അതും ക്യാൻസൽ ചെയ്ത് രാവിലെ തന്നെ സൈക്കിളെടുത്ത് കാന്തല്ലൂർ ലക്ഷ്യമാക്കി നീങ്ങി. മറയൂരിൻ്റെ തണുത്ത പ്രഭാതത്തിലൂടെ ഞങ്ങൾ ഇതുവരെ പോകാത്ത കേരളത്തിൻ്റെ ആപ്പിൾ വിളയുന്ന, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ എന്ന ഹരിത സ്വർഗഭൂമിയിലേക്ക് ചവിട്ടി തുടങ്ങി. പോകും വഴിയിൽ ഞങ്ങൾ ശർക്കര ആലകളും മുനിയറകളും കണ്ട് മറയൂർ ചന്ദനക്കാട്ടിലൂടെ അവിടെ കണ്ട ഈ ടീ ഷോപ്പിൻ്റെ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഷോപ്പ് കണ്ടപ്പോൾ തന്നെ അവിടുന്ന് ഒരു ചായ മേടിച്ച് കുടിച്ചു. കയറ്റത്തിൻ്റെ കാഠിന്യം കൂടി വന്നു തുടങ്ങി. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, സൈക്കിൾ നിൽക്കുന്ന പോലെയാണ്. പലപ്പോഴും നമ്മൾ ഉരുട്ടി പോകുന്ന ആ സ്പീഡ് മാത്രമേ നമുക്ക് ചവിട്ടിയാലും കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം ബോണറ്റ് തുറന്നിട്ടാണ് കുന്നുകൾ കയറി പോകുന്നത്. എൻജിൻ്റെ സുരക്ഷക്കോ അല്ലെങ്കിൽ എൻജിൻ ചൂടാവാതെ ഇരിക്കുന്നതിനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അല്പം മുമ്പോട്ട് പോയപ്പോഴാണ് ദാസേട്ടൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് കണ്ടത്. സ്വന്തം കൃഷിയിടത്തിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വിൽക്കുകയാണ് അദ്ദേഹം. ദാസേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വീട്ടിൽ പോയി കസേരയൊക്കെ എടുത്തുവിടുന്ന് ഇരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ ഫലവർഗ്ഗങ്ങളും ഞങ്ങൾക്ക് തരുകയുണ്ടായി. ഈ യാത്രയിൽ ഒരിക്കലും മറക്കാത്തൊരു മുഖവും ദാസേട്ടൻ്റേത് തന്നെയാണ്. മൂന്നാറിൻ്റെ ശീതകാല പച്ചക്കറിത്തോട്ടവും ആപ്പിൾ ഓറഞ്ച് ഫാമുകളും എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് കാന്തല്ലൂരിൻ്റെ സ്വന്തം തോപ്പൻസ് ഫാം സന്ദർശിച്ച്, തോപ്പൻസ് ഫാം എന്ന് പറയുന്നത് ഏകദേശം കാന്തല്ലൂരിൻ്റെ ടോപ്പ് മോസ്റ്റ് പ്ലേസാണ്, അതുകൂടെ സന്ദർശിച്ച് കാന്തല്ലൂരിൽ നിന്നും ഏകദേശം ഉച്ചയോടെ മറയൂരിലേക്ക് തിരിച്ചു. മറയൂരിൽ നിന്ന് വീണ്ടും 3 മണിക്ക് ഭക്ഷണം കഴിച്ച് ചിന്നാർ, ഉടുമ്പൽപേട്ട, പൊള്ളാച്ചി, പാലക്കാട് വഴി മണ്ണാർക്കാട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു.
ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ആരെങ്കിലും വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.